ഹലോ ഗായ്സ്, പുതിയതിലേക്ക് അപ്പൊ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇപ്പൊ എങ്ങാട്ടാൻ പോകുന്നത് നമ്മുടെ ഹരിഹർ ഫോർട്ട് പോയാണ്. അപ്പൊ പോണ ഫുൾ വീഡിയോ ഇതിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ചാനൽ മറക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ വീഡിയോ കാണുക. അപ്പൊ നമ്മളിപ്പോ എറണാകുളത്താണ് നിൽക്കുന്നത്, എറണാകുളം ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ എറണാകുളം ജംഗ്ഷനിൽ നാസിക്കിലേക്ക് നമ്മൾ ട്രെയിൻ കയറിയൊക്കെയാണ്. അപ്പൊ അത്യാവശ്യം നമ്മുടെ ട്രെയിനിൽ തിരക്കൊക്കെ അത്യാവശ്യം ഇല്ല. നമ്മൾ നേരത്തെ എറണാകുളത്ത് എടുക്കണ കൊണ്ടാണെന്ന് തോന്നണം, അത്രയും തിരക്കൊന്നും ഇല്ല. A few moments later. ട്രെയിന് ജനറൽ കമ്പാർട്ട്മെന്റിൽ പോയെങ്കിൽ ആകെ പേടിക്കേണ്ട ആൾക്കാർ ഇവരിനെ മാത്രമല്ല. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ ഈ ആൾക്കാർ നമ്മളെ ട്രെയിനിൽ വന്നു കഴിഞ്ഞെങ്കിൽ, ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി വന്നു കഴിഞ്ഞെങ്കിൽ നമ്മൾ പൈസ കൊടുക്കാതെ അവർ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയേയില്ല. അതല്ലാതെ പൈസ കൊടുത്തില്ലെങ്കിൽ നല്ല അടിയും കിട്ടും. നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ ആൾക്കാരൊന്നും ഇങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ഈ പുറത്ത് രാജ്യങ്ങൾ, അതായത് ഈ കർണാടക, മഹാരാഷ്ട്രയിലൊക്കെ പോകുമ്പോൾ ഇവരൊക്കെ വന്നെങ്കിൽ നല്ല അടി കിട്ടും നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ. അതുകൊണ്ട് എന്തായാലും ഒരു 300 രൂപ 200 രൂപയൊക്കെ 10 രൂപയുടെ നോട്ടാക്കി വെച്ചിട്ട് ട്രെയിന് ജനറലിൽ കയറണതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ലോങ്ങിലേക്ക് പോകണമെങ്കിൽ റിസർവേഷൻ ചെയ്തിട്ട് പോവുക. റിസർവേഷൻ ചെയ്തെന്ന് വെച്ചാൽ സ്ലീപ്പറിൽ ഇവർ കയറും. സ്ലീപ്പറിൽ നമ്മൾ റിസർവേഷൻ ചെയ്ത് കയറിയാലും കയറും. നമ്മൾ എന്തായാലും ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഇവരുടെ ഒരു ശല്യം ഉണ്ടാകുകയില്ല. അപ്പോൾ എന്തായാലും പേടിക്കാനും വേണ്ട. നമ്മൾ കയ്യിൽ 10 രൂപ 20 രൂപയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തെങ്കിൽ അവർ മുണ്ടാതെ പോയിക്കോളും. അതായത് നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ അടുത്ത് വന്നിരുന്ന് നല്ല അടി നമുക്ക് തരും. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഹരിഹർ ഫോർട്ട് ട്രിപ്പിൽ നമ്മളിപ്പോ രത്നഗിരി നിൽക്കുകയാണ്. അപ്പൊ ഉറങ്ങിപ്പോ എണീറ്റത് 6 മണിയായി ഏകദേശം. അപ്പൊ ഇപ്പൊ നമ്മൾ രത്നഗിരി തന്നെ കാണുന്നത് നല്ല കോടമഞ്ഞും പച്ചപ്പ്, ഭയങ്കര പച്ചപ്പാണ്. ഇനി ഹരിഹർ ഫോർട്ട് എത്തണ വരെ ഭയങ്കര പച്ചപ്പായിരിക്കും. കാലത്തൊരു 6 മണി ഉണ്ടാവും. ഇപ്പൊ നിൽക്കുന്ന രത്നഗിരിയിലാണ്. ഇവിടെ തന്നെ കാണാൻ നല്ല മനോഹരമായ കാഴ്ചയാണ്. ഇപ്പൊ പോണ വഴി ഫുള്ള് ഇങ്ങനെ പച്ചപ്പായിരിക്കും. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു 5:30 ആയപ്പോൾ നമ്മൾ നാഷിക് റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കാണാൻ പറ്റും ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ട്രംബക്കേഷൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഏകദേശം അത്യാവശ്യം നല്ലൊരു ബസ്സാണ്. നമ്മുടെ നാട്ടിലെ ബസ്സിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് നല്ല ബസ്സാണ് കേട്ടോ. അപ്പൊ നമ്മ ട്രംബക്കേഷനിലേക്കാണ് പോണത്. അപ്പൊ ഇവിടെ 2-3 ഭായിമാരുടെ റൂമിന്റെ കാര്യമൊക്കെ ചോദിച്ചു. അപ്പൊ അവര് എവിടെയൊക്കെ ഏതൊക്കെ പ്ലേസിന് കിട്ടുമെന്ന് പറഞ്ഞത് ഈ ഭായൊക്കെ നല്ലോണം നമുക്ക് ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ നമ്മ നേരെ ട്രംബക്കേഷനിൽ പോയിട്ട് സ്റ്റേ ചെയ്തിട്ട് പിന്നെ രാവിലെ നമ്മ ഹരിഹർ ഫോർട്ടിലേക്ക് ഒരു 5 മണി 4 ആ ടൈമൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 20 കിലോമീറ്റർ നമുക്ക് ഹരിഹർ ഫോർട്ടിലേക്ക് നമ്മൾ ഈ പോണ സ്ഥലത്ത് നിന്ന് പോകണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയാലും ആ ടൈമിന് എത്താൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഒരു മല കയറാനായിട്ട് ഒരു 7 മണി ആ ടൈമിലൊക്കെ കയറാൻ തുടങ്ങും. അപ്പോഴായിരിക്കും നമുക്ക് നല്ല അടിപ്പം വ്യൂ കിട്ടുള്ളൂ അവിടെ നിന്ന്. അതൊക്കെ ഇപ്പൊ ചോദിച്ചിട്ട് അപ്പൊ എല്ലാം മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളുപ്പിന് ഒരു 5 മണിക്കൊക്കെ എണീച്ച് ഫ്രഷപ്പ് ആയിട്ട് ഒരു 6-6:30 നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ട്രംബക്കേശ് ടെമ്പിൾ എന്ന് പറഞ്ഞത് ഇതാണ്, ഇതേ കാണുന്നതാണ് ട്രംബക്കേശ് അമ്പലം. അപ്പോൾ ഇവിടെ അധികമായിട്ട് ആൾക്കാർ ഇതിനായിട്ട് തന്നെ വരും. ട്രംബക്കേശ് നമ്മുടെ ഹരിഹർ ഫോർട്ട് അല്ലാതെ ഈ ഏരിയയിലേക്ക് അമ്പലത്തേക്ക് തന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാഗും ഇതൊക്കെ ലോക്കർ റൂമിൽ വെച്ചിട്ട് നമ്മൾ നേരെ ഓട്ടോയിലേക്ക് കയറി നമ്മൾ പോകാൻ പോവുകയാണ്. നേരെ നമ്മൾ ഹർഷവാഡയിലേക്ക് പോവുകയാണ്. ഹർഷവാഡയിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ നടന്ന് വേണം നമ്മൾ ഈ വ്യൂ പോയിന്റിലേക്ക് വരാൻ. അതായത് നമ്മുടെ ഹരിഹർ ഫോർട്ടിലേക്ക് നമ്മൾ എത്താനായിട്ട് ഒരു 3 കിലോമീറ്റർ നടന്ന് വേണം നമുക്ക് ഹരിഹർ ഫോർട്ടിലേക്ക് എത്താൻ. ₹500 നിങ്ങൾക്ക് ഈ ഏരിയയിൽ വരാൻ പറ്റും പുള്ളിയായിട്ട് വന്നെങ്കിൽ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഫുള്ള് 500, 600, 800 അങ്ങനെ ചാർജ് അധികമായിട്ട് വരണം. ഈ പയ്യ മാത്രമേ നല്ലോണം റേറ്റ് കുറച്ച് തന്നത്. അതുമായിട്ട് സംസാരിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ 400 എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്തിച്ചു തന്ന്. हेलो गाइस, मेरा नाम अंकुश कोरल है। मैं रहने के लिए त्र्यंबकेश्वर ऑटो चलाता हूँ।
हरियार फोर्ट के लिए रोज़ के लिए ट्रिप करता हूँ। हरियार फोर्ट त्र्यंबकेश्वर से 14 किलोमीटर्स दूरी पर हो। या तो गाइस दोनों तरफ से रूट है, या हर्षावाड़ी या निरगुड़पाड़ा। हर्षावाड़ी जाओगे तो वहाँ से 2 किलोमीटर का वॉकिंग है। निरगुड़पाड़ा जाओगे 5 किलोमीटर का वॉकिंग गिरेगा। तो सो गाइस बहुत ही सुंदर नज़ारा रहता है इधर। कभी भी ज़िंदगी में एक बार हरियार फोर्ट को ट्रैक जरूर करना। बस दोस्त, मैं ऑटो चलाता हूँ। चाहे तो ये समीर भाई का यूट्यूब चैनल है, मेरा नंबर दे देता हूँ, नंबर ले लेना। मेरा नंबर है 8805457048। शुक्रिया दोस्त, हरियार फोर्ट को एक बार ज़िंदगी में ज़रूर ट्रैक करना। അപ്പോൾ നമ്മൾ ഹർഷാവാടയിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം നമ്മൾ നേരെ ഹരിയർ ഫോർട്ടിലേക്ക് പോകാനായിട്ട്. ഒരു 3 കിലോമീറ്റർ നടന്ന് ഹരിയർ ഫോർട്ടിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുക്കേണ്ടി വരും. ടിക്കറ്റ് ചാർജ് എത്രയെന്ന് വെച്ചാൽ ഒരാൾക്ക് 30 രൂപ വെച്ച് വരും. അതല്ലാതെ നമ്മൾ ക്യാമറ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ ഒരു 100 രൂപ വെച്ച് ക്യാമറയ്ക്ക് ചാർജ് വരും. ഉള്ളും കാട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ പോവുകയാണ്. അതിനിപ്പോൾ ആരും എടുക്കണം. കോമാത ഇവിടെ വന്നപ്പോൾ ഭയങ്കര തണുപ്പ്. അപ്പോൾ എന്തായാലും ഒന്ന് എന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് വന്നേ. കണ്ടില്ലേ അതിന് പുക വന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം നമ്മൾ ഈ 3667 അടി ഉയരമോ അല്ല 80 ഡിഗ്രി കുത്തനെ നിൽക്കുന്ന ഈ മലയിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇതിൽ കയറുമ്പോൾ ഏതൊരു സഞ്ചാരിയാണെങ്കിലും ഉറപ്പ് പറയാൻ നല്ലോണം പേടിക്കും. അതുകൊണ്ട് നിങ്ങൾ ഹെൽത്ത് ഇഷ്യൂ ഉള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോബ്ലം ഉള്ളവരാണ്, അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ഇല്ലാത്ത ആൾക്കാരെ മലയിൽ കയറാനായിട്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നിങ്ങൾ കയറാതിരിക്കണം നല്ലത്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് നമ്മൾ പേടിയോടോ അല്ലെങ്കിൽ ഭയപ്പാടോടുകൂടി താഴത്തേക്ക് നോക്കി കൈ വിട്ടാൽ അപ്പോൾ തന്നെ കഥമാകയാകും. അതുകൊണ്ട് ആരാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് കയറേണ്ടി വരും മലയിൽ. മതിയല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ ഫൈനലായിട്ട് ഹരിഹർ ഫോർട്ടിൻ്റെ ടോപ്പ് വ്യൂവിലേക്ക് വന്ന് ടോപ്പ് എത്തിയിട്ടില്ലെന്ന് തോന്നണേ. ഇനി ഇതിൻ്റെ മേലിലും ഉണ്ടെന്ന് തോന്നുന്നു. താഴത്തുനിന്ന് കയറുമ്പോൾ സിമ്പിളായിട്ട് കയറാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇറങ്ങുമ്പോഴാണ് കുറച്ച് ടാസ്ക് എന്നാണ് പറയണത്. അവിടെ നിന്ന് കയറി നല്ല ശ്വാസം വിടാൻ പറ്റില്ല. ഞങ്ങളെടുത്തായിരുന്നോ പിന്നെ നമ്മൾ മേലിൽ കയറുമ്പോൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കുരങ്ങന്മാരനെ ശ്രദ്ധിക്കേണ്ടത്. അവർ നമ്മുടെ ബാഗും കാര്യങ്ങൾ ഇട്ടുകൊണ്ട് പോണവരാണെങ്കിൽ നമ്മുടെ ബാഗിൽ വന്ന് കയറിയിട്ട് എന്തെങ്കിലും ഉണ്ടാകും ചെക്ക് ചെയ്ത് അവർ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഈ കുരങ്ങന്മാരനെ നല്ലോണം പേടിയുള്ളവർ
ഈ ട്രക്കിങ്ങിന് വരാതെ ഇരിക്കുക. വന്നാലും നിങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ ഒന്നും മേലിലേക്ക് എടുത്തുകൊണ്ട് പോകാതിരിക്കുക, അതാണ് നല്ലത്. അല്ലെങ്കിൽ കുരങ്ങന്മാർ കയറി ബാഗിൻ്റെ മുകളിലിരുന്ന് നമ്മുടെ പോക്കറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് തടകി നോക്കി ചെക്ക് ചെയ്യും. അതുകൊണ്ട് കുരങ്ങന്മാരിൻ്റെ പേടിയുള്ളവർ ഈ ട്രക്കിങ്ങിന് വരാതിരിക്കുക. ഈ നാഷിക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ മുന്തിരി മേടിച്ചാൽ, അപ്പോൾ ഇവിടെ നല്ലോണം മുന്തിരിക്ക് നല്ല വിലക്കുറവാണ്. ഏകദേശം ഒരു 8 കിലോ മുന്തിരി നമുക്ക് 350 രൂപ വെച്ച് കിട്ടും. അതുപോലെ ഉണക്ക മുന്തിരിയൊക്കെ ഉണ്ട്, അതാണ് ഇവിടുത്തെ ഫേമസ് സാധനം. അപ്പോൾ ഒരു മുന്തിരിയുടെ പാക്കറ്റ് മേടിച്ചുണ്ടായിരുന്നു. എന്തായാലും ചെറുതായിട്ട് വിശപ്പുണ്ടായിരുന്നു, കാലത്തൊന്നും ഫുഡൊന്നും കഴിക്കാതെ മലയിൽ കയറിയത്. മലയിൽ കയറുമ്പോൾ കഴിച്ചെങ്കിൽ ഛർദ്ദിക്കുമെന്നറിയാം. അപ്പോൾ നമ്മൾ മേലിൽ കയറുമ്പോൾ കാണുന്നതായിരിക്കും ഇങ്ങനത്തെ കുളം കാണാൻ പറ്റും. 80 ഡിഗ്രി നമ്മൾ കുത്തനെയുള്ള മല കയറി കഴിയുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു 3 കുളം കാണാൻ പറ്റും. ഇവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ അടിപ്പൻ ഒരു സ്പോട്ടായിരിക്കും ഇത്. ഗായ്സ് ഈ പാട്ടുമായിട്ട് എങ്ങനെയാണ് ഇടണത്? അത് എടുത്ത് ഇത്ര എടുത്ത് ഇനി ഇതങ്ങനെ സ്റ്റോർ ചെയ്യണം. പാട്ട് സെലക്ട് ചെയ്താ ഓക്കെ. ഇതെന്താ ഈ മലയുടെ മേലെ കുളവാ? അപ്പോൾ ഫൈനലായിട്ട് ആ 3667 അടി ഉയരമുള്ള ആ മല കയറി ഏറ്റവും ടോപ്പ് വ്യൂവിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ചുറ്റിന് കാണാൻ പറ്റും, ഫുള്ള് കോട വന്ന് മൂടി നമ്മളെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുള്ള ആ മലകളും കാര്യങ്ങളും ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ കുളത്തിൽ നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മീൻ കുറേ അധികമായിട്ടുണ്ടായിരുന്നു. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ വെറുതെ കോരി എടുക്കാൻ പറ്റും, അത്രയും മീനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കാലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം കൊത്തി നല്ലോണം മസാജ് ചെയ്ത് തരും. അപ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വിടർത്തടാ
કોનો પાડ્યો બેવ પાડ્યો આ બાજુ પાડ્યો હવ આ બાજુ પાડ્યો આગમ ગમ ફાર ઉંદો എവിടെ അടുത്ത് അത് മതി ഇവിടെ വൈഡാക്കി ദോശ വേണ്ടേ നമ്മുടെ പേഴ്സ് കണ്ടാകുന്ന നമ്മുടെ ₹70 भैया इतना कम करते हो हाँ? इतना कम होता है क्या पैसा